ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ആണ് ഐ ദ ഹൊറർ ഗെയിം എന്ന് പറഞ്ഞൊരു എന്ന് പറഞ്ഞൊരു ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ അച്ചുബ്രോയാണ്. അച്ചുബ്രോൻ്റെ വോയിസ് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ വോയിസ് റിവീൽ ചെയ്യണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ ചാനൽ. ഇപ്പോൾ എൻ്റെ ആ ചാനൽ അടിച്ചു കയറി ഞാൻ ഗ്രാനി ഗെയിം പ്ലേ പറഞ്ഞു. അപ്പോൾ നമ്മുടെ അച്ചുബ്രോൻ്റെ വോയിസ് റിവീൽ ചെയ്യാൻ പോകണം. അച്ചുബ്രോ വോയിസ് റിവീൽ ചെയ്യും. ഹലോ, ഞാനാണ് അച്ചുബ്രോ. എനിക്ക് ഇത്രയും ഇൻട്രോവേർട്ടാണ്, അപ്പം ഞാൻ അങ്ങനെ സംസാരിക്കൊന്നുമില്ല ഗൈസ്. അപ്പോൾ അച്ചുബ്രോ അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. അച്ചുബ്രോ ഇൻവേർട്ടറാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തോന്ന്, അപ്പോൾ അത് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഗെയിമിൻ്റെ ഇതെന്ന് വെച്ചാൽ ഒരു കുടലൊക്കെ ഉള്ളൊരു പ്രേതമുണ്ട്. കുടലും തലയുള്ള ഒരു പ്രേതം. മുടി എന്നൊക്കെ പറഞ്ഞാൽ 10 സെൻറ്റിമീറ്ററാണ് മുടിയൊക്കെ. 10 സെൻറ്റിമീറ്റർ അല്ല, 10 മീറ്ററൊക്കെയാണ്. ആ മുടി വെച്ച് നമ്മളെ കൊല്ലാൻ വേണ്ടി വരും. അതിൻ്റെ പേര് കുരേശി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിൻ്റെ മുടി എന്ന് പറഞ്ഞാൽ എത്ര 10 കിലോമീറ്റർ അത്ര ദൂരെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് കുറേ നമ്മൾക്ക് കോയിൻ കണ്ടുപിടിക്കണം. ഇവിടെ ഒരു ചാക്ക് കണ്ടോ, ചാക്ക്. ആ ചാക്ക് നമുക്ക് കുറേ പിറക്കണം. ആ ചാക്ക് കുറേ പിറക്കിയിട്ട് വേണം എന്തോന്ന്, ആ ചാക്ക് പിറക്കി 20 ആക്കണം. ഫസ്റ്റത്തെ കളി തന്നെ നമ്മൾ വേഗം തീർക്കാൻ നോക്കണം. കാരണം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേറൊരു പട്ടിയും കൂടി ഉണ്ട്. ആ പട്ടീനെയും കൂടി ഇട്ട് കളിക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വേഗം കംപ്ലീറ്റ് ആക്കാം. അച്ചുബ്രോ വേഗം കംപ്ലീറ്റ് ആക്കാം നമുക്ക്. അച്ചുബ്രോ ഇവിടെ നോക്കി, ഞാൻ അടിയിൽ പോകാം. ഞാൻ ഒച്ച കൂട്ടുവാണേ. ഇവിടെ അടുത്ത എവിടെയോ ആ പ്രേതം ഉണ്ട് കേട്ടോ. ഞാൻ ഒച്ച അത്ര കൂട്ടണല്ലോ. ഒച്ച വേണ്ട, ഒച്ച ഇല്ലാത്തതാണ് നല്ലത്. കുറച്ച് ഒച്ചയിടാ, കുറച്ച്. ഓക്കെ, ഇത്ര ഒച്ച ഓക്കെ ആണല്ലോ. ഓക്കെ, ഈ കണ്ണ് നമുക്ക് എന്തിനാന്ന് വെച്ചാൽ ഈ കണ്ണ് പ്രേതം പറഞ്ഞാൽ എവിടെ നിന്നാണെന്ന് മനസ്സിലാവും നമുക്ക്. അയ്യോ, ഞാൻ അത്ര റൂമിൽ കയറി. അച്ചുബ്രോ വരണ്ട, അകത്ത് കയറിക്കോ. ഗൈസ്, അച്ചുബ്രോ ആരാന്ന് ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. ഈ അച്ചുബ്രോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കൂട്ടുകാരനാണ്. അവൻ്റെ പേര് അച്ചു എന്നാണ്. ഈ അച്ചുബ്രോ എന്നാണ് വിളിക്കണേ. ഓക്കെ, ഭയങ്കര ഇൻട്രോവേർട്ടാണ് ഗൈസ്. ഭയങ്കര ഇൻട്രോവേർട്ടെന്ന് വെച്ചാൽ ഇജാതി ഇൻട്രോവേർട്ടാണ് അവൻ. എന്ന് വീട്ടിലിരുന്ന അവൻ്റെ അമ്മ പറയും, മോനെ ഇന്ന് വീട്ടിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ അവൻ എത്ര ഒരു വർഷം മൊത്തം വേണമെങ്കിൽ വീട്ടിലിരിക്കും. അങ്ങനത്തെ ഇൻട്രോവേർട്ടാണ് അവൻ. പുറത്ത് കളിക്കാൻ വരുമ്പോൾ നമ്മൾ ഗോൾ കീപ്പറൊക്കെ നിർത്തും അവനെ പിടിച്ച്. അപ്പോൾ ഗോൾ കീപ്പർ നിൽക്കുമ്പോൾ അവൻ 5 മണിക്കൂറൊക്കെ അവിടെ തന്നെ അങ്ങ് നിന്നുള്ളൂ. അപ്പോൾ അനങ്ങത്തില്ല, വായും തുറക്കത്തില്ല. അതാണ് അവൻ്റെ പ്രത്യേകത ഗൈസ്. അതാണ് നമ്മുടെ അച്ചുബ്രോൻ്റെ പവർ. അച്ചുബ്രോ ഇപ്പോൾ എത്ര +2 കോളേജൊക്കെ എത്തി അല്ലേ അച്ചുബ്രോ? അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇനി ചലച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല ഗൈസ്. നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് പോകാം. ഇപ്പോൾ ആ പ്രേതം മുകളിലാണ്. അപ്പോൾ നമുക്ക് നേരെ അടി പോകാം. അയ്യോ, വെയിറ്റ്. ഇപ്പോൾ അത് ഏറ്റവും അടിയില്ല. അച്ചുബ്രോ വേഗം പോകാം, വാ. ഈ പ്രേതത്തിൻ്റെ മെയിൻ കേന്ദ്രം എന്ന് പറയണ ഈ മുകളാണ്. ഇവിടെ നിന്ന് അത് ചത്താലും പോകില്ല, അങ്ങനത്തെ ഒരു പ്രേതമാണിത്. ഈ പ്രേതം ചത്താലും മുകളിൽ നിന്ന് പോകില്ല. അതാണ് നമുക്ക് വേഗം ഇവിടെ നിന്ന് എല്ലാം പറക്കണം. ഓക്കെ, ഞാൻ മുകളിലത്തെ റൂമിൽ എത്തി. അച്ചുബ്രോ, നമുക്കിനി 10 എണ്ണം കൂടി പറക്കിയാൽ മതി. എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി ഇതേപോലത്തെ വെറൈറ്റി കണ്ടൻ്റൊക്കെ ആയിട്ട് വരണം എന്നുള്ളവർ എല്ലാവരും ലൈക്കും ഷെയറൊക്കെ ചെയ്യണം ഗൈസ്. എനിക്കെന്തോ റീകണക്റ്റിംഗ് എന്നൊക്കെ കാണിക്കുമോ? ഓക്കെ, അതെന്തോ നെറ്റിൻ്റെ പ്രശ്നം. അപ്പോൾ ഇനി ഇതേപോലത്തെ വീഡിയോ ആണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഇനി നമ്മുടെ അടുത്ത വീഡിയോ മൈൻക്രാഫ്റ്റ് ആയിരിക്കും ഗൈസ്. മൈൻക്രാഫ്റ്റ് വീഡിയോ. ഇപ്പോൾ മൈൻക്രാഫ്റ്റാണ് നമുക്ക് കുറേ വ്യൂവേഴ്സൊക്കെ കിട്ടിയ ആ വീഡിയോ ആയിരുന്നു. നല്ല റീച്ച് കിട്ടിയിരുന്നു ആ വീഡിയോയിൽ. ആ വീഡിയോയിൽ എത്ര 100-110 വ്യൂവേഴ്സൊക്കെ കയറിയിരുന്നു. എനിക്ക് സാധാരണ ഒരു വ്യൂ പോലും കയറാറില്ല. പിന്നെയാണ് അപ്പം നമുക്ക് എടുത്തില്ലായിരുന്നോ? ഇല്ല, ആക്സോബ്ലേഡ് അടിയിലുണ്ട്, അടിയിൽ. അയ്യോ ഗൈസ്, എനിക്ക് നെറ്റ് തീരെ ഇല്ല കേട്ടോ. വെയിറ്റ് ചെയ്യും, 1 മിനിറ്റ്. നെറ്റ് വന്നു. അപ്പം ആ പ്രേതം എവിടെയാ? അത് നേരെ അടിയിൽ പോയി ഗൈസ്. നമുക്ക് ഇനി ഇറങ്ങി കുറേ ഇറക്കണം. ആക്സോബ്ലേഡ് അടിയിലുണ്ട്, നീ അടിയിൽ പോയി എടുത്തോ ഗൈസ്. ഈ വീഡിയോന് വെറും 50 വ്യൂവേഴ്സും 10 ലൈക്കും. വെറും 50 വ്യൂവേഴ്സും 10 ലൈക്കും മതി ഗൈസ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക ഗൈസ്. എന്താണ് ഗൈസ്, ലൈക്ക് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുന്ന ഒന്നും നഷ്ടപ്പെടാനില്ല ഗൈസ്. നിങ്ങൾ എന്നെ പോലത്തെ ഒരു പൊട്ട യൂട്യൂബർ ആണെന്നും പറഞ്ഞല്ലേ ഗൈസ് ലൈക്ക് ചെയ്യാത്ത? സത്യം പറ ഗൈസ്.
ഐ നീഡ് എ ടൂൾ ടു അൺലോക്ക് ദ ഡോർ. ഇനി അൺലോക്ക് ചെയ്തേ, ഞാൻ ആക്സസ് എടുത്തോ? അല്ല, നിനക്ക് മാത്രമേ അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റൂല. അച്ഛബ്രോ എല്ലാവരുടെ അടുത്ത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ പറ ഗൈസ്. അപ്പം നമ്മൾ കയറാൻ പോവുകയാണ്. ഇവിടെ എന്തോ ബ്ലാക്ക് ആ സാധനം തന്നെ. അപ്പം ഇതിലേക്ക് കയറാൻ പോവുകയാണ് ഗൈസ്. കയറി എവിടെയാണോ? ആ, അടിയിലെത്തി. ഇനി നോക്കൂ, ഒരെണ്ണം കൂടി മതി അച്ഛബ്രോ. ഞാൻ ഇവിടെ നിൽക്കാം, നീ അവിടെ നിന്ന് എടുത്തോ. എടാ, ഞാൻ ഇവിടെ നിൽക്കുവോ, നീ അവിടെ നിന്ന് എടുത്തോ. ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങണ സേഫ് അല്ല. എടാ, താഴേന്നേ കിട്ടത്തുള്ളടാ. ആ, താഴെന്നേ ഉള്ള വെയിറ്റ് ചെയ്യാ. പെണ്ണുമ്പുള്ള മുകളിലാ കുറേശ്യ അബ്രഹാം. ഞാൻ വേഗം പോവാം. ആ, കിട്ടി. എടാ കിട്ടി. എടാ വാടാ. എടാ, ഇനി ഒരു കാര്യം ചെയ്താൽ മതി, അവിടെ തന്നെ ഇരു. നീ എവിടെ നോക്കിക്കേടാ. വേഗം കയറി. അങ്ങനെ നമ്മള് റിസ്ക് എടുത്ത് നമ്മുടെ അച്ചുബ്രോ പുറത്തിറങ്ങാൻ പോവാണ്. അച്ചുബ്രോ എന്ന് പറയണത് ഒരു പേടിയില്ലാത്ത മനുഷ്യനാണ്. കണ്ടോ കോഞ്ചുറിങ് ഒക്കെ വെറും മറ്റേ അയ്യോ, ഞാൻ മരിച്ചു പോയാ. എടാ വാടാ. എടാ പന്നെ വാടാ. എടാ വാ, എക്സ്കേപ്പ് ആവില്ല ഒട്ടെ. ആ ഗൈസ് സെക്കൻഡ് ഇതായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ അച്ചുബ്രോ എന്ന് പറയണ ഒരു പേടിയില്ലാത്ത മനുഷ്യനാണ്. അവനെന്ന് പറഞ്ഞാൽ എന്തോയിരുന്നു, കോഞ്ചുറിങ് വീട്ടിൽ അച്ഛനും ഇല്ല അമ്മയും ഇല്ല, ഏതോ കുറ്റിക്കാട്ടിൻ്റെ ഇടയിൽ മനുഷ്യന്മാരില്ലാതെ ഏതോ കുറ്റിക്കാട്ടിൻ്റെ ഇടയിൽ കണ്ടെന്നൊക്കെയാണ് പറഞ്ഞല്ലേടാ. അതെ, കള്ളത്തരം ഞാൻ പറയാറില്ല. അപ്പം ഇത് കള്ളതാണ് ഗൈസ്. അപ്പം നമുക്ക് കളിക്കാൻ വേണ്ടി ഇപ്പം നമ്മളെ മാൻഷനാണ് കളിച്ചത്. അപ്പം നമുക്കിനി ഹോസ്പിറ്റലും നമ്മുടെ സ്കൂളും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാ കളിക്കേണ്ടത് നിങ്ങൾ തന്നെ പറയണം ഗൈസ്. അപ്പം അച്ചുബ്രോ പറയാം എന്ത് കളിക്കണോടാ. ഞാനിതുവരെ അങ്ങനെ ഹോസ്പിറ്റൽ അങ്ങനെയൊന്നും കളിച്ചിട്ടില്ല. ഞാൻ ഇപ്പോൾ ഈ മാൻഷൻ മാത്രമേ കളിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പരമാവധി ഞാൻ എൻ്റെ ഇൻട്രോവേർട്ട് സ്വഭാവം മാറ്റി വെക്കുന്നുണ്ട്. നീ തന്നെ ഒരെണ്ണം തീരുമാനിക്കും ഗൈസ്. നിങ്ങളിപ്പോൾ വിചാരിക്കണം എന്തെന്ന് വെച്ചാൽ ഞാനും അച്ചുബ്രോയും ഇപ്പം എന്തോ മറ്റേ ഡിസ്കോഡിൽ കൂടെ സംസാരിക്കണം എന്നല്ലേ വിചാരിക്കണം. ഞങ്ങൾ ഡിസ്കോഡ് മാങ്ങയും തേങ്ങയൊന്നുമല്ല. ഞങ്ങളിപ്പം എന്തോന്ന് വീട്ടിൻ്റെ അടുത്ത് എൻ്റെ വീടും ഇവൻ്റെ വീടും എത്ര ഒരു 10 ഒരു 5 അടി ദൂരേ ഉള്ളൂ. 5 അടിയൊന്നുമില്ല, അത്രയൊക്കെ ദൂരെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഞാനിവനെ നേരെ ഫോണിൽ വിളിച്ചിട്ട് പറയാം, എടാ വാടാ ഒരു വീഡിയോ എടുക്കണ്ടെന്ന് പറയും. അപ്പം നമ്മൾ ഇതിന് മുമ്പേ കുറേ 10-20 വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി അപ്ലോഡ് ചെയ്യണം. ഗൈസ്, അപ്പം കുറേ മണിക്കൂറുകൾ ശേഷം നമ്മൾ ജയിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ.